റഷ്യക്കാരെക്കുറിച്ച് പൊതുവെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അവർ ഒരു നിമിഷം പോലും മടിപിടിച്ചിരിക്കാറില്ല എന്ന്. ഇക്കാര്യത്തിൽ അലൗനയും വ്യത്യസ്തയല്ല. തന്റെ ഒഴിവു സമയങ്ങളിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാനും പെയിന്റിംഗ് എക്സിബിഷൻ നടത്താനുമൊക്കെ അലൗന സമയം കണ്ടെത്തുന്നു. കേരളത്തിലെ തന്റെ അനുഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് അലൗന. റഷ്യയിൽ നിന്നെത്തി മലയാളത്തിന്റെ സ്വന്തം മരുമകളായി മാറിയ അലൗന ഇന്ന് വനിതയ്ക്കൊപ്പം. നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ കരിയറിനോട് ഇപ്പം ഇൻട്രസ്റ്റ് വിട്ട് ഇപ്പം വേറെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ശരിക്കും ഈ റൂം കാണുമ്പോഴേറെ എന്തൊക്കെയാ ഇൻട്രസ്റ്റ് ഉണ്ട്? ശരിക്കും ഇങ്ങനത്തെ ഒരു പെയിന്റിംഗ് ഇൻട്രസ്റ്റ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? ഞാൻ ചെറുപ്പത്തില് കുറേ പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ MBBS ഞാൻ നിർത്തി, ഒന്നും ഒരിക്കലും വരച്ചിട്ടില്ല 6 years ഉള്ളില്. പിന്നെ ഇവിടെ വന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് പിന്നെ വേറെ കുറേ ഇൻട്രസ്റ്റ് ഉണ്ട്, പെയിന്റിങ്സ് മാത്രമല്ല. ഇപ്പോൾ ഇവിടെ 10 years കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു സ്റ്റോറി ആണ്, ഒരു ചെറിയ ബുക്ക് റൈറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ഇവിടെ 10 years ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. താല്പര്യമാണോ എഴുതാൻ? താല്പര്യമാണോ? ഞാൻ മലയാളം ഇനി കൂടുതൽ പഠിക്കണം. പുസ്തകം എഴുതുന്നത് ഏത് ലാംഗ്വേജിൽ? ഇപ്പം മലയാളം നന്നായിട്ട് അറിയാമല്ലോ, അപ്പം ഏത് ലാംഗ്വേജിലാണ് എഴുതണ്ടെന്ന് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ആദ്യം ഞാൻ റഷ്യൻ എഴുതിയിട്ട് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇപ്പൊ മകന്റെ മുറി ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ശരിക്കും ഇങ്ങനെ ഒരു വാൾ പെയിന്റിംഗ് ആവാമെന്ന് എന്താ തോന്നാൻ കാര്യം? അത് വേറെ സ്ഥലത്തിൽ കുറേ കൺട്രീസ് അത് വാൾ പെയിന്റിങ്സ് നല്ല കുറേ സ്ഥലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെ കണ്ടു, എനിക്ക് തോന്നായിരുന്നു ഇത് ഭയങ്കര ബോറൊരു റൂം, വെറുതെ പെയിന്റിങ്സ് ഇല്ലാത്ത. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മോന് ചെറിയ കുട്ടിയിരിക്കുമ്പോൾ, മോന് 1 വയസ്സായിരുന്നു, ഇവിടെ ആരുമില്ല സഹായിക്കാൻ. അപ്പോൾ എനിക്ക് ഈ ഐഡിയ വന്നു, ഒരു റൂം പെയിന്റ് ചെയ്യണം, മില്ലുന്ന കളിക്കും, എനിക്ക് വേറെ ബാക്കി പണി ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു ഐഡിയ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, പെയിന്റിങ്സ്കാരും കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ വാൾ പെയിന്റിങ്സ് മാത്രമല്ല, ഡ്രസ് ഡിസൈനിങ്ങിൻ്റെ ഐഡിയാസ്, പിന്നെ പുസ്തകം റൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ മൂവീസ് ഒരുപാട് ഇഷ്ടമാന്ന് പറഞ്ഞല്ലോ, അപ്പൊ മലയാളം മൂവീസ് ഒക്കെ ഒരുപാട് കാണുമോ? ഞാൻ എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഹിന്ദി, തമിഴ്, മലയാളം എനിക്ക് ഇഷ്ടം. എന്തൊക്കെ എനിക്ക് മലയാളം അറിയാം, ഹിന്ദി തമിഴ് എനിക്ക് അത്ര പരിചയമില്ല ലാംഗ്വേജ്. അപ്പോൾ എനിക്ക് മലയാളം ഫിലിംസ് ആദ്യം വന്നു, മലയാളം ഫിലിംസ് കൊണ്ടുവന്നു കാണിച്ചു. കുറേ ഫിലിംസ് കാണുമ്പോൾ എൻ്റെ ഹീറോ മോഹൻലാൽ. പിന്നെ ഇപ്പോൾ കൂടുതൽ എനിക്ക് കാണാൻ പറ്റും സിനിമ, എനിക്ക് കൂടുതൽ വേറെ ആക്ടേഴ്സ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ട ഹീറോ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കിപ്പോൾ പുതിയ സിനിമ വരുമ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാർ മാത്രം സെലക്ട് ചെയ്യുന്നില്ല, ഞാൻ ബാക്കി വേറെ ആക്ടേഴ്സ് നോക്കുമ്പോൾ കുറേ സിനിമ കാണുമ്പോൾ എനിക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വളരെ ഇഷ്ടം. പിന്നെ ഫിലോമിന ചേച്ചി, ഇപ്പോൾ ഇന്നസെന്റ്, പിന്നെ KPC ലളിത, ഇങ്ങനെ ആക്ട് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. സിനിമയൊക്കെ പുറത്തു പോയി കാണാറുണ്ടോ? തിയേറ്ററിൽ പോയി കാണുമോ സിനിമയൊക്കെ? കഴിഞ്ഞ സിനിമ ഭാഗ്യദേവത സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പൊ ഇന്ത്യൻ ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും എങ്ങനെയായിരുന്നു ഇന്ത്യൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആരെ ശരിക്കും പഠിപ്പിച്ചതൊക്കെ? ഇന്ത്യൻ ഫുഡ് നമ്മുടെ ദിവസം ശരിക്കും ചോറ് കഴിക്കുന്നുണ്ട്, സാമ്പാർ, ഫിഷ് കറി, ഏതെങ്കിലും 2 ഉപ്പേരി ഓപ്ഷൻ ഉണ്ടാവും, രാത്രി കഞ്ഞി, ചപ്പാത്തി. പിന്നെ കൂടുതൽ മിസ് ചെയ്യും, വീട്ടിൽ പോകണം തോന്നുന്നത് റഷ്യൻ ഫുഡ് ഉണ്ടാക്കും. പിന്നെ ചൂട് സമയം നമ്മൾ ശരിക്കും കേരള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, അങ്ങനെ അത് ഡിസ്കംഫർട്ട് ഇല്ല. റഷ്യൻ ഫുഡ് വയ്ക്കുമ്പോൾ റഷ്യൻ ഫുഡ് സ്പൈസി ഇല്ല. അപ്പോൾ ഈ ചൂട് സമയം നമുക്ക് റഷ്യൻ ഫുഡ് കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. ഇപ്പൊ സ്പൈസി ഒക്കെ ഇത്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ശരിക്കും ഏറ്റവും വരവ് ഞാൻ കൂടുതൽ കഴിക്കുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ പൊതുവെ റഷ്യൻസ് ഫുഡിന്റെ മെയിൻ പോർഷൻ നോൺ വെജ് ആണല്ലോ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ്, നോൺ വെജ് തന്നെയാണ്? ഇവിടെ എവരിഡേ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കും. ഏതാ ഫുഡിൽ ഏറ്റവും ഇഷ്ടം? എന്താ ഇന്ത്യൻ ഫുഡിൽ ഏറ്റവും ഇഷ്ടം എന്താ? എനിക്ക് ഫിഷ് കറി. ഫിഷ് കറി നന്നായിട്ട് ശരിക്കും ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ആരാണ്?
ആരെ പഠിപ്പിച്ച ശരിക്കും ഏറ്റവും നല്ല ടേസ്റ്റി ഫിഷ് കറി നിമി ചേച്ചി പഠിപ്പിച്ചു തന്നത്. നിമി ചേച്ചി എന്ന് പറഞ്ഞ നിമി ചേച്ചി സത്യനന്ദിക്കാരുടെ വൈഫാണ്. ഇവിടെ വീട്ടിലെങ്ങനെയായിരുന്നു അപ്പൊ ഡോക്ടറിന്റെ വീട്ടില് കുക്കിംഗ് ഒക്കെ? ഇവിടെ മനു നന്നായി കുക്ക് ചെയ്യുന്നുണ്ട്. മനു കുറെ റെസിപ്പീസ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മനുവിന്റെ അച്ഛൻ അതുപോലെ കുക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആരും ഇല്ലാത്ത വീട്ടിൽ സംശയം ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിക്കും, ചോദിക്കും. ഇവിടുത്തെ കൾച്ചറും അറിയാലോ, അപ്പൊ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ എങ്ങനെയാ? ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഇത് നോക്കും. ചില സമയം എനിക്ക് ചുരിദാർസ് മാത്രം ഇത് തോന്നുന്നുണ്ട്. ഞാൻ പുതിയ ഡിസൈൻസ് വരച്ചിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുമ്പോ ഇതും ചില സമയം പാൻറ് ടോപ്പ് മാത്രം ഉണ്ട്. ഇങ്ങനെ മാറ്റി മാറ്റിയിരിക്കും. സാരീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ 2 പ്രാവശ്യം ഉടുത്തുള്ളൂ. എന്തൊക്കെ എനിക്ക് ഉടുക്കുമ്പോ എനിക്ക് തോന്നും അത് എത്ര കംഫർട്ടബിൾ അല്ല. പൊട്ടൊക്കെ തൊടാനൊക്കെ ഇഷ്ടമാണോ? ആദ്യം വന്നിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോകുമ്പോ പൊട്ട് വെക്കണം. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാനത് മാറ്റി. പൊതുവെ പറയാറുണ്ട് റഷ്യൻ സ്ത്രീകൾ വളരെ സുന്ദരികളാണ്. ഇവിടുത്തെ സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിൽ വന്നിട്ട്? ഇത് വളരെ ബ്യൂട്ടിഫുൾ ലേഡീസ് ആണ്, ഒരു സംശയമില്ല. എന്താണ് ഇവിടുത്തെ സ്ത്രീകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്താണ് ആരെ ഇഷ്ടപ്പെട്ടു? സ്ത്രീകളിൽ പൊതുവെ എന്താണ് അവരുടെ എന്ത് ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്? ഏത് ക്വാളിറ്റി? അവരുടെ ഫാമിലി നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, ഫാമിലിക്കാരും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. വെരി വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഇപ്പൊ ഇവിടെ ഒരു റിലീജിയൻ ആയിട്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അത് വേണ്ടെന്ന് വെച്ചതാണോ ശരിക്കും പറഞ്ഞ? ശരിക്കും നമുക്ക് മുമ്പ് എന്റെ ഫാമിലിക്ക് അങ്ങനെ അത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തായിരുന്നു. അമ്മയ്ക്ക് അച്ഛൻ ഇവിടെ ഞാൻ വന്നിട്ട് ഇവിടെ അച്ഛനമ്മ ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്പലം പോകണം, റിലീജിയൻ മാറ്റണം, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളിൽ റിലീജിയൻ ഇല്ല തീരുമാനിച്ചു. ഇപ്പൊ ഇത്രയും നേരം കേരളത്തിനോടുള്ള ഇഷ്ടവും കേരളത്തിൽ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളും എഴുതാൻ പോകുന്നതിനെ കുറിച്ച് എല്ലാം പറഞ്ഞല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. താങ്ക് യു. മലയാളത്തിന്റെ സ്വന്തം മരുമകളായി എത്തി കേരളത്തോട് വളരെ ശക്തമായ ഒരു ആത്മബന്ധം പുലർത്തുന്ന അലൗനയുമൊത്തുള്ള ഇന്നത്തെ വനിത പ്രേക്ഷകർക്ക് എല്ലാം ഇഷ്ടമായോ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ വനിത, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ.